ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ ഡെസേർട്ട് ഐറ്റമാണ്. ലെച്ചസ് കേക്കിൻ്റെ 3 ഫ്ലേവർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കണം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സിമ്പിൾ വെർഷനാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലെച്ചസ് കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ള മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 160 ml ഒരു ക്യാൻ ഇവാപറേറ്റഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇവാപറേറ്റഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇനി ഇതിലേക്ക് 1 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഈ മിൽക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് പിസ്ത ഫ്ലേവറിലാണ്. പിസ്ത മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു എസൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ഫ്ലേവറൊക്കെ യൂസ് ചെയ്യാം. ഇനി ഈ എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റോസ് ഫ്ലേവറിലും സ്ട്രോബെറി ഫ്ലേവറിലും കോഫി ഫ്ലേവറിലും ഞാൻ ഇതിനു മുമ്പ് ലെച്ചസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ ഈ മിൽക്ക് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തണുത്ത പാലെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പ് ക്രീം പൗഡറാണ്. അതിൻ്റെ 2 പാക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഇത് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ബേസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. സാധാരണ ഇത് ചെയ്തെടുക്കുന്നത് സ്പഞ്ച് കേക്ക് ബേസിലാണ്. അപ്പോൾ ബ്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം ലാഭിക്കാം. പിന്നെ നല്ല ടേസ്റ്റിയും ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ട്രെയിൽ അറേഞ്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 10 ഇഞ്ചിൻ്റെ റെക്റ്റാങ്കുലർ പുഡിംഗ് ട്രേ ആണ്. അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്ത മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിൽക്കിൽ ഈ ബ്രെഡ് നന്നായിട്ട് സോക്കായിട്ട് വരണം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ക്രീമൊന്നും വേണ്ട, കുറച്ച് ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ബ്രെഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിസ്തയുടെ മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്ത് വരുന്ന ഭാഗത്തിന് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീമും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ സ്റ്റെപ്പ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും താഴെ ബ്രെഡും അതിന് മുകളിൽ ക്രീമും മാത്രമായിട്ടും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിന് മുകളിലായിട്ട് പിസ്ത മിൽക്ക് മിക്സും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. എല്ലാ ബ്രെഡിൻ്റെ പീസും നന്നായിട്ട് സോക്കായിട്ടുണ്ടാവണം. ഇനി ഇതിന് മുകളിൽ നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ചിലർക്ക് ഒരുപാട് ക്രീം ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഒരുപാട് ക്രീം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 2 ലെയർ മാത്രമായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത് പിസ്തായും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാനത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് പിസ്ത മിൽക്കും കൂടി ഒഴിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ സ്പഞ്ച് കേക്ക് പീസ് വെച്ചും ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.